ഹായ് ഗായ്സ്, ഇന്നും കൂടെ കൂട്ട് എന്ന് പറഞ്ഞോടി വരുന്ന ആളാണ് റഷ. എവിടെ പോവുകയാണേലും മാവിൻ ചോട്ടിൽ അറ്റൻഡൻസ് ഇട്ടിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. അതിനും മാത്രം മാമ്പഴം ഈ മാവ് എല്ലാവർക്കും തരുന്നുണ്ട്. അങ്ങനെ 7 ആളെയും കൂട്ടി ഡബിൾ ഡെക്കറായിട്ടും ട്രിപ്പിൾ ഡെക്കറായിട്ടും ഇരുന്ന് പോണത് എവിടേക്കാണെന്നോ? നമ്മുടെ വഞ്ചിയൂരുള്ള ചായക്കാരിയിൽ. ഇവിടെയാണ് വേൾഡ് ബെസ്റ്റ് ഇഡ്ഡലി എന്നാണ് പറയുന്നത്. ചായക്കാരിയെ പറ്റിയിട്ടുള്ള പേപ്പർ കട്ടിങ്സൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓരോന്നിൻ്റെ റേറ്റൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 7 സെറ്റ് ഇഡലിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മുടെ സെറ്റ് ഇഡലിയൊക്കെ എത്തി. ഇഡ്ഡലിപ്പൊടി, തേങ്ങാ ചട്നി, പുതിന ചട്നി, കൂടെ ഒരു റവ കേസരി. ഞാനൊരു ഇഡ്ഡലി ഫാനാണ്. വീട്ടിൽ ഇഡലി ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയും ഞാനതാണ് കഴിക്കാറ്. തള്ളൊന്നും അല്ല കേട്ടോ. ഹോസ്റ്റലിലേക്ക് പോരുമ്പോൾ അമ്മ ഇഡ്ഡലിയാണ് തന്നു വിടാറ്, കൂടെ ചുട്ട മുളക് ചമ്മന്തി. തേങ്ങാ ചട്നി ആണെങ്കിൽ തലേന്ന് ട്രെയിനൊക്കെ കയറി രാവിലെ എത്തുമ്പോഴേക്ക് കേടാവും. ഇഡലിയും കൂടെ കിട്ടിയ ചട്നികളൊക്കെ അടിപൊളിയാണ്. സാധാരണ സൺഡേസിൽ മൂടി പൊതിച്ചിറങ്ങാറാണ് പതിവ്. മഴക്കാലമായിട്ട് കൂടി ഇന്ന് രാവിലെ എല്ലാവരും എണീറ്റത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. റഷനെ ഒന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചേയില്ല. കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ രസവും തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേസരിയാണ്. ഹോസ്റ്റലിൽ നിന്ന് കേസരി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തന്നത് കേസരി അല്ല എന്ന് ഇന്ന് മനസ്സിലായി. അങ്ങനെ രസവും കുടിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി.